34 മൈൽ തുണ്ടിയിൽ സിബി ജോർജിന്റെ കയ്യിൽ നിറവും ബ്രഷും കിട്ടിയാൽ അത് ജീവനുള്ള ചിത്രങ്ങളായി മാറും. ചിത്രരചനയിൽ അത്രയ്ക്ക് അനുഗ്രഹമാണ് ദൈവം ഈ ചെറുപ്പക്കാരന് നൽകിയിരിക്കുന്നത്. ചെറുപ്പത്തിൽ ചിത്രവരകളോടുണ്ടായിരുന്ന കമ്പമാണ് ഈ 44ലും നാടറിയുന്ന ചിത്രകാരനായി ഇദ്ദേഹത്തെ മാറ്റിയത്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പടം വര തുടങ്ങിയത്. സ്കൂൾ, ജില്ലാ, സംസ്ഥാന രചനാ മത്സരങ്ങളിൽ സമ്മാനം നേടിയത് ഇപ്പോഴും അഭിമാനത്തോടെയാണ് സിബി ഓർക്കുന്നത്. 1992 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചിത്രരചനയിൽ 1ാം സ്ഥാനം നേടുവാൻ കഴിഞ്ഞു. യാത്രകളിൽ കാണുന്ന സീനറികളും ആളുകളും വ്യത്യസ്ത സാധനങ്ങളുമെല്ലാം പിന്നീട് സിബിയുടെ ക്യാൻവാസിൽ ജീവനുള്ള ചിത്രങ്ങളായി മാറും. ഈ കഴിഞ്ഞ പ്രളയത്തിൽ നാട് വെള്ളത്തിലായപ്പോൾ വളർത്ത മൃഗങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്ന കുടുംബത്തിന്റെ ചിത്രങ്ങൾ പത്രത്തിൽ അച്ചടിച്ചു വന്നത് സിബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് പിന്നീട് സിബിയുടെ വരയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. കൂടാതെ സമീപ ഗ്രാമത്തിൽ ഗ്രൗണ്ടിൽ ചീട്ട് കളിക്കുന്ന വൃദ്ധന്മാരുടെ ചിത്രം സിബി വരച്ചെടുത്തപ്പോൾ കാഴ്ചക്കാർക്ക് കൗതുകമായി. വിറക് കെട്ടുമായി നീങ്ങുന്ന സ്ത്രീകൾ, വാഗമണ്ണിലെ കൊടുംവളവിലൂടെ ഇറക്കമിറങ്ങി വരുന്ന KSRTC ബസ്സുമെല്ലാം സിബിയുടെ ചിത്രരചനയിലെ ആൽബത്തിലെ പ്രധാനപ്പെട്ടവയാണ്. മുണ്ടക്കയത്തെ ഒരു തേയില ഫാക്ടറി പൊളിച്ചു നീക്കുന്നതിന് മുമ്പ് അവർ സിബിയെ സമീപിച്ച് അതിന്റെ ചിത്രം വരപ്പിക്കുകയായിരുന്നു. പിന്നീട് അവർ ഫാക്ടറിയുടെ ഓർമ്മയ്ക്കായി ഇത് സൂക്ഷിച്ചു. കൂടാതെ കൊക്കയാർ വെമ്പിളി റോഡിൽ കുറ്റിപ്ലാങ്ങാട് ജംഗ്ഷനിൽ സ്വകാര്യ തോട്ടത്തിലെ ചെറിയ കെട്ടിടവും റബ്ബർ തോട്ടവും ഗേറ്റും അടങ്ങുന്ന ചിത്രം തോട്ടം സൂപ്പർവൈസർ സിബിയെ കൂട്ടിക്കൊണ്ടുപോയി വരപ്പിച്ചത് തന്റെ ഗൃഹപ്രവേശനത്തിന് വീട്ടിലെ സ്വീകരണ മുറിയിൽ സ്ഥാപിച്ചു. ചെറുപ്പം മുതലൊക്കെ വരയ്ക്കുമായിരുന്നു. പിന്നെ അങ്ങനെ വരച്ച് പിന്നെ 10 വരെ പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഫീൽഡിലോട്ട് തന്നെ വരുമായിരുന്നു. പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ മത്സരങ്ങൾക്കൊക്കെ ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ജില്ലാ കലോത്സവത്തിനൊക്കെ പോയിട്ട് എല്ലാത്തിനും A ഗ്രേഡ് ഉണ്ടായിരുന്നു. യാത്രയൊക്കെ പോകുമ്പോഴത്തേന് മൊബൈലിൽ ഫോട്ടോ എടുക്കുക, നല്ല ലൊക്കേഷനൊക്കെ കാണുമ്പോൾ അതിൽ ഫോട്ടോ എടുത്തിട്ട് വരയ്ക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് കൂടുതൽ, നാട്ടുംപുറങ്ങളൊക്കെയാണ് കൂടുതൽ വരയ്ക്കുന്നത്. പടം വരയിലോട്ട് വന്നത് എങ്ങനെ? വരയ്ക്കുന്നത് ഇത് വാട്ടർ കളറാണ്, മീഡിയം. അതിൻ്റെ ഹാൻഡ് മെയ്ഡ് പേപ്പറും ബ്രഷുകൾ, നല്ല ബ്രഷുകളൊക്കെ വേണം വരയ്ക്കണമെങ്കിൽ. അത് വെള്ളത്തിൽ തന്നെ ചെയ്യുന്നതായതുകൊണ്ട് ഒറ്റ ടേക്കിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ വർക്ക്. എന്തെങ്കിലും ഒരു പാളിച്ച് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ല. പെയിൻറ്റിങ് വാട്ടർ കളറിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ എക്സിബിഷനൊക്കെ നടത്താനുള്ള പ്ലാനുണ്ട്. ഒരു വരയ്ക്കുന്ന പടത്തിന് ഒരു 3000 രൂപയൊക്കെ റേറ്റ് കിട്ടാറുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലും പോയി ഒരുപാട് വർക്ക് ചെയ്യാറുണ്ട്. കൂട്ടുകാരുടെ കൂടെ വർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാറുണ്ട്. ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ വിവിധ നിറങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന വാട്ടർ കളറാണ് സിബി തയ്യാറാക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഹോട്ടലുകൾ, റിസോർട്ടുകൾ തുടങ്ങിയെടുത്ത് സിബി വരച്ച ചിത്രങ്ങൾ ഉണ്ടാകും. 3000 മുതൽ 30,000 രൂപ വരെ പ്രതിഫലം ലഭിച്ച ചിത്രങ്ങളുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാലയങ്ങൾക്കും ചില സ്ഥാപനങ്ങൾക്കും സൗജന്യമായി ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. 10,000 കണക്കിന് ചിത്രങ്ങളാണ് സിബിയുടെ കൈകളിൽ നിന്ന് ജീവൻ വെച്ചിരിക്കുന്നത്. സിബി സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ചിത്ര പ്രദർശനം നടത്തി വരുന്നു. കേരളം കൂടാതെ കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലും ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. തുണ്ടിയിൽ ജോർജ്, ലീലാമ്മ ദമ്പതികളുടെ ഇളയ മകനാണ്. 10ാം തരത്തിന് മുകളിലേക്ക് പഠിക്കുവാൻ കഴിഞ്ഞില്ല. സിനിമയിലും സീരിയലിലും ആർട്ട് അസിസ്റ്റന്റായി സിബി പ്രവർത്തിക്കുന്നുണ്ട്. തിരക്കിട്ട ജീവിതത്തിന് ഇടയിൽ വിവാഹത്തെ പോലും സജി മറന്നു. വൈകിട്ടില്ല, ഒത്തുവന്നാൽ വിവാഹം കഴിക്കണം, കുടുംബവുമായി ജീവിക്കണം, സജി പറയുന്നു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.